ഇത് കണ്ട ക്രേഫിഷ് ചത്തതെന്ന് തോന്നുന്നുണ്ടോ, പക്ഷേ ചത്തതല്ല. ഇതാണ് മോൾട്ടിങ്, അതായത് അത് തൊണ്ട് വേർപിട്ട് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ എഫർ അൽത്താഫ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ക്രേഫിഷിൻ്റെ മുന്നത്തെ വീഡിയോ ഇട്ടില്ലായിരുന്നോ, അപ്പോൾ അത് കാണാത്തവരെന്തായാലും അത് കാണുക. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ പാട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ 1-2 കമൻറ്റ് വന്നതിൽ മോൾട്ടിങ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി, പിന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, പിന്നെ ഇതിൻ്റെ ഫുഡിനെയൊക്കെ ഇടം, അങ്ങനത്തെ 3-4 കാര്യമായിട്ട് വീഡിയോ പറഞ്ഞത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ക്രേഫിഷ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന എപ്പോഴായിരിക്കും? രാത്രി ആയിരിക്കും ഓൾമോസ്റ്റ്, കാരണം അപ്പോഴേക്ക് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പകലിട്ട് കൊടുത്താണ് രാത്രിയാണ് തിന്നുന്നത്, അതോ കഴിക്കും? രാത്രി കഴിക്കും. രാത്രി കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും. അല്ലേ? അപ്പോൾ ഈ ക്രേഫിഷിന് ഫുഡ് എന്തൊക്കെയാണ്? ഫുഡ് എന്ന് പറഞ്ഞാൽ പെല്ലറ്റ് കൊടുക്കാം, ആൽഗ കഴിക്കും, പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിക്കും, പിന്നെ കുക്കുമ്പർ കഴിക്കും, വെജിറ്റബിൾസ് ആയിട്ടുള്ള കുക്കുമ്പർ കഴിക്കും, ക്യാരറ്റ് അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ പറയുന്നില്ലേ, നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കൊടുക്കുക. പക്ഷേ ഓവർ ഫീഡ് ചെയ്യരുത്. ഓവർ ഫീഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെത്തുവാണ് ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ നല്ല രീതിക്ക് കിടവും. ഇതൊരു ഓമിനിവേഴ്സാണ്. ഇനിയിപ്പം മീൻ ഒക്കെ ഇട്ട് കൊടുത്താലും കഴിക്കും, ചത്ത മീനൊക്കെ ഇട്ട് കൊടുത്താലും കഴിക്കും. പക്ഷേ ഓവർ ഫീഡ് ചെയ്യരുത്. ഈ 2 കൈകളും കൊണ്ടാണ് ഇത് കഴിക്കുന്നത്, ഫുഡ് എടുക്കുന്നത്. ഇതല്ലേ? ഇതെടുക്കും. പിന്നെ ഈ കൈകൾ കൊണ്ട് എടുക്കും. ഈ ചെറിയ ചെറുതുണ്ടല്ലേ, ചെറിയ കൈ കൊണ്ട് ഫുഡ് എടുക്കും. ഇത് ഒടിഞ്ഞു പോയാലും ഈ ചെറിയ കൈ കൊണ്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. കൈ ഒടിഞ്ഞു പോയാലും ഈ ചെറിയ ഇതുണ്ട്, ചെറിയ കൈ കൊണ്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് 2 മെയിനിലേക്ക് ഒന്നിച്ചിടാൻ പറ്റുമോ? മെയിനിലേക്ക് ഒന്നിച്ചിടാം, പക്ഷേ പെയറായിട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് കൂടുതൽ സ്പേസിൽ ഒരു ഹൈഡിങ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ എടുത്തായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതുവരെ ആണെങ്കിൽ ലോ ബഡ്ജറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഡബയിൽ ഇത് അപ്പോൾ 2 എണ്ണമൊക്കെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഹൈഡിങ് സ്പേസ് ആയിട്ട് ഇങ്ങനത്തെ PVC പൈപ്പ് വെച്ച് കൊടുക്കുക. പിന്നെ ഈ കല്ലാണെങ്കിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ രാത്രിയിൽ വെള്ളം കേടായി കഴിഞ്ഞാൽ കല്ലിന് മുകളിൽ ഇരുന്നിട്ട് ഓക്സിജനൊക്കെ എടുത്തോളൂ. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എയറേഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നീ ഇതിനകത്ത് എയറേഷൻ ഒന്നും ഇട്ടിട്ടില്ലോ? ഇപ്പോൾ എയറേഷൻ ഒന്നും ഇട്ടിട്ടില്ല, ഒന്നിലും ഇട്ടിട്ടില്ലോ? ഇല്ല. പക്ഷെ ഇങ്ങനെ കയറി ഇരിക്കാൻ പോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട്, കല്ലോ എന്ത്. ഷോപ്പിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ നേരത്തെ ഇതുണ്ടോ, ഇങ്ങനത്തെ ചെറിയ പഞ്ഞുകളിലൊക്കെ സൂക്ഷിക്കാൻ നല്ലതായിരിക്കും. അത് ഫൈറ്റ് ചെയ്യില്ല. കുറേ കൂടുതലിടുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഹൈഡ് ചെയ്തിരിക്കാനുള്ള സ്പേസ് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ PVC പൈപ്പ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ചെറുതാണെങ്കിൽ ചെറിയ PVC പൈപ്പ്, വലുതാണെങ്കിൽ വലിയ PVC പൈപ്പ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ചത്തുവാണ് ചാൻസ് ഉണ്ട്. ഞാൻ 1-2 പേര് ചോദിച്ചു മോൾട്ടിങ് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ? മോൾട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസൺ കഴിയുമ്പോൾ വളരുമല്ലോ. വളർന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നേരത്തെ ഉണ്ടാകുന്ന പഴയ തൊണ്ട് ഒഴിച്ചു കളയും. അതാണ് മോൾട്ടിങ്. ഇത് പഴയ തൊണ്ടെണ്ണം ഒഴിച്ചു കഴിഞ്ഞാണ് അത് ഇത് വലുതാവും, കുറച്ചും കൂടെ വലുപ്പം വെക്കും ആ സമയത്ത്. ഇത് കാൽസ്യം കുറവാണെങ്കിൽ ചില സമയത്ത് ആ തോടിനകത്ത് തന്നെ സ്റ്റക്കായിട്ടിരിക്കും, ചിലപ്പോൾ ചത്തു. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കാൽസ്യം കൂട്ടാനായിട്ട് ഇതിൻ്റെ തന്നെ തോട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാൽസ്യം കൂട്ടാനുള്ള എന്തെങ്കിലും കക്ക ചെറിയ സാധനം ഇട്ട് കൊടുക്കുക. ശംഖ് പോലത്തെ ചെറിയ സാധനങ്ങൾ. പിന്നെ നല്ലൊരു പെല്ലറ്റ് ഫീഡ് ചെയ്യുക. അങ്ങനെ കാൽസ്യം കൂട്ടാൻ പറ്റും. ഇതുണ്ട്, ഇതൊന്ന് പൊഴിച്ചാണ്. ഇതാണ് കളർ കണ്ടോ, ഓറഞ്ച് ആയിട്ടിരിക്കും. ഇത് പൊഴിക്കാൻ പോവുകയാണ്, അത് റെഡ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് വളരാൻ പോവുക. ഇത് പൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതും ഈ സെയിം കളറിൽ ഉണ്ടാവും, ഓറഞ്ച് നിറത്തിലേക്ക് ആവും. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം റെഡിഷ് ആവും. റെഡിഷ് ആകുമ്പോൾ പൊഴിക്കാറായെന്ന് അർത്ഥം. പിന്നെ റെഡിഷ് ആയിട്ടുള്ള പൊഴിച്ച് കളയുള്ളൂ. അതായത് സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് ഇത് PVC പൈപ്പിലൊക്കെ പോയി ഒളിച്ചിരിക്കും. കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ വേറെ മീനുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും കാണത്തില്ല. ഓക്കെ, ഇത് മോൾട്ടിങ് കഴിഞ്ഞ ക്രൈഫിഷ് ആട്ടോ അല്ലേ. നമ്മൾ പിന്നെ അത് വേറെ ഒന്നിനും വിട്ടിട്ടില്ല. നമ്മളിത് ഫോസ്റ്റേലിൻ്റെ ചെടി ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ PVC പൈപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടായിരുന്നു മറ്റേ റെഡ് ക്ലോ ജൈൻറ്റ് ക്രൈഫിഷിനെ ബ്രീഡ് ചെയ്തത്. അതിന് 2ാമത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പെയർ സെറ്റ് ചെയ്ത് തന്നെ ഇട്ടേക്കാണ്, മെയിലും ഫീമെയിലും. ഇപ്പോൾ ഇതൊരു വാട്ടർ പ്ലാന്റിൻ്റെ തണ്ടാട്ടോ, അത് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അതെ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഹാംസ്റ്റർ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറ്റു ഫ്രണ്ട്സിലേക്ക് എത്തിക്കോട്ടെ. പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കഥകളും കാര്യങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. നമുക്ക് ഉടനെ തന്നെ നമുക്ക് ക്യൂട്ട് ഹാംസ്റ്ററിന് വീഡിയോ ചെയ്യാം കേട്ടോ. ബൈ.